ഹലോ സെല്ലുലോയിഡിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ടുള്ള കുറേ വിശേഷങ്ങൾ, കുറേ ഫൺ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി കുറച്ച് സീരിയസ് വിശേഷങ്ങൾ നമ്മൾ അറിയണ്ടേ മൂവിനെ പറ്റിയിട്ട്. അപ്പോൾ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് നമ്മുടെ കൂടെ ഉണ്ട്, AK വിനോദ് സർ. നമ്മളിപ്പോൾ സാറും അതുപോലെ തന്നെ മൂവി കണ്ടവർക്കറിയാം സീന റഷീദിന് സീനെ നമ്മുടെ കൂടെ ഉണ്ട്. ലെറ്റ്സ് വെൽക്കം ദം. വിനോദ് സർ, വെൽക്കം ടു സെല്ലുലോയിഡ്. എനിക്ക് അങ്ങനെ സത്യം ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈം പീരീഡിലുള്ള കുറേ പിള്ളേരുടെ പാഷൻ, അതുപോലെ തന്നെ ഇപ്പം ഹൗ ഡു ഐ സേ ദിസ്, ഓ മൈ ഗോഡ്, അതായത് ആ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, കുറേ പേര് ആ ഡാൻസിനോട് പാഷൻ കാണിക്കുന്ന ക്യാരക്ടർ, അതിൽ ഒരാള് ഒട്ടുമിക്ക വീടുകളിലും തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. മേ ബി ഓരോരുത്തരായിട്ട്. എന്നാൽ പോലും അവരുടെ പേരൻസ് പോലും ചിലപ്പോൾ ഈ സൈഡിൽ ഇത് നടക്കുന്ന ഇത്രയും ഭയങ്കരമായ ഒരു സാധനം, ഒരു ഇമോഷൻ ഇങ്ങനെ പോകുന്നത് ചിലപ്പോൾ അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലൊരു എന്താ പറയുക ടോപ്പിക്കാണ് എടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുള്ളി, പാഷൻ എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു നറേഷൻ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ദിസ് ഇസ് ഓൺലി ഹൗ, ഇതൊന്നും അല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പറയാനുണ്ട്, ബട്ട് എനിക്ക് പുട്ട് അക്രോസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇറ്റ് വാസ് വെരി നൈസ്. സൂര്യയുടെ ക്യാരക്ടറിൻ്റെ ട്രാൻസ്ലേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, പവർഫുൾ ആയിരുന്നു. അത്രയും ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു, ഭയങ്കര ഒരു ഡിഫറൻസും ഒക്കെ ആയിട്ട്. ഫസ്റ്റ് മൂവിയാണ് രണ്ടുപേരുടെ അല്ലേ, രണ്ടുപേരുടെ ഫസ്റ്റ് മൂവിയാണ്. ആ വിശേഷം ഒന്ന് കേൾക്കട്ടെ. എങ്ങനെ ഇതിലേക്ക് ലിസ്റ്റിൻ സ്റ്റീഫൻ, അതുപോലെ തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊക്കെയുള്ള വലിയ വലിയ പേരുകളാണ് പോസ്റ്ററിലൊക്കെ കണ്ടത്. ഫസ്റ്റ് മൂവി അവിടം വരെ എത്തിച്ചു. ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ജേർണി അല്ലേ? നോ, യു ഹാവ് എ ഡിഫറൻറ്റ് അതെ. ഇത് പ്രൈമർലി ഇങ്ങനൊരു ഇതൊരു സിനിമയുടെ ഫോമിലല്ലാത്തത് തന്നെ ഇതിനിങ്ങനത്തെ ഈ ഈ സംഭവങ്ങളും പല കാര്യങ്ങളും ഞാൻ വളരെ മുമ്പേ മനസ്സിലുള്ള കുറേ കാര്യങ്ങളാണ്. മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള കുറേ ഡാൻസേഴ്സ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഭയങ്കര പ്രചാരത്തിലുള്ളതാണ് ഈ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് ഒരു ഇനീഷ്യലി ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരിടത്ത് കാണുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് വണ്ടർസ്ട്രക്ക് ആയിട്ട് നിന്നിട്ടുള്ളൊരു സമയമുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ മ്യൂസിക്കും അത്ര ത്രോബിങ് ആയിട്ടുള്ള, ഇപ്പം ഡിസ്കോ കഴിഞ്ഞ് വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഇലക്ട്രോ സൗണ്ടും അങ്ങനെയൊക്കെ ഉള്ള. അപ്പം നമ്മൾ ഇപ്പോൾ ഈ പണ്ടൊക്കെ പരസ്യം തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ ആദ്യം തിയേറ്ററിൽ പരസ്യം കാണുമ്പോൾ അതിനൊരു കുറച്ചുകൂടെ ബെറ്റർ ഡൈനാമിക്സും അതിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ട അന്തം കൊണ്ടിരിക്കുന്ന പോലെയാണ് ഇത്. ഈ മറ്റ് സംഗീത പരിപാടികളോ അല്ലെങ്കിൽ നമ്മളൊക്കെ സാധാരണ ഈ ഉത്സവത്തിനൊക്കെ ഗാനമേള കാണാൻ പോവുക, അത് കാണാൻ പോവുക. അപ്പോൾ അത് അന്നത്തെ ഏറ്റവും വലിയ ത്രില്ലിങ് എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ ഒരു ചെറിയ പീസുകളായിട്ട് ചില ആൾക്കാർ അത് കാണിക്കുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്ന നമ്മുടേതൊരു പരിചയത്തിലുള്ളൊരു എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചുകൊണ്ട് പോയതാണ് ഒരു സ്ഥലത്ത്, ഒരു വായനശാലയുടെ ഈ ട്യൂട്ടോറിയൽ കോളേജസ് ഉണ്ടല്ലോ പഴയ, അതിൻ്റെ വാർഷികത്തിന് ഇങ്ങനെ ഒരു പരിപാടി അവിടെ ആരോ അവതരിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആദ്യം ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ നമുക്ക് ഒന്നത് ത്രിൽഡാവുന്നു. പിന്നെ അതിനുശേഷം ഈ കൂട്ടുകാരും അതുപോലെ പല ആൾക്കാരും ഈ പല വേദികളിലും ഇത് അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു പരിപാടി എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതിങ്ങനെ അത് കാണാനായിട്ട് എങ്ങനെ എന്ത് കൊടുത്ത് നമ്മൾ അവിടെ പോകും. അപ്പം അത് തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞു, നമ്മൾ പഠനം കഴിഞ്ഞ് ജോലി കഴിഞ്ഞു, നമ്മൾ പല പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നു. ഞാൻ പിന്നെ അഡ്വർടൈസിങ് ഫിലിം മേക്കിങ്ങിലേക്ക്, അഡ്വർടൈസിങ് ആയിരുന്നു ഞാൻ ആദ്യം ചെയ്ത ജോലി. അപ്പോൾ അതിൽ നിന്ന് അഡ്വർടൈസിങ് ഫിലിം മേക്കിങ്ങിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്തു. അത് തൊഴിലായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സിനിമ തീർച്ചയായിട്ടും പണ്ട് മുതലേ മനസ്സിലുള്ളൊരു നമ്മളെപ്പോഴും ഈ സിനിമ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ട് ചെറുപ്പം മുതലേ എല്ലാത്തരം സിനിമകളും. അപ്പോൾ സിനിമ നാച്ചുറലി പല ആൾക്കാരുമായിട്ട് സിനിമയുടെ പല പോസിബിലിറ്റികളും പല കഥകളും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ശരിക്കും 2-3 സിനിമകൾ നമ്മൾ സിനിമയിലേക്ക് പ്രോഗ്രസ് ചെയ്യുക വരെ ചെയ്തായിരുന്നു. വേറെ സ്റ്റോറീസ്. അപ്പോൾ ആ സ്റ്റോറീസ് നമ്മുടെ സാധാരണ വ്യത്യസ്തമായ സ്റ്റോറീസ്, പക്ഷേ നമ്മൾ സാധാരണ ഒരു ഫോർമാറ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സിനിമ, സ്റ്റാർ വാല്യൂകളുള്ള സിനിമകൾ. പക്ഷെ ആ സിനിമകൾ അതിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ മറ്റ് പല സാങ്കേതിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പലരുടെയും ഡേറ്റ് പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടായി.
അങ്ങനെ ഒരു സിനിമ നമ്മൾ ഓൾമോസ്റ്റ് പ്രൊഡക്ഷൻ ലൈനപ്പൊക്കെ എല്ലാം ആയതാണ്. അതും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ അത് നിന്നപ്പോൾ നമ്മൾ വി കെയിം ബാക്ക് ടു ദി നമ്മളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും കൂടെയാണ് ഈ പടം എഴുതിയത്. അതായത് എൻ്റെ കൂടെ അഡ്വർടൈസിങ്ങിൽ വർക്ക് ചെയ്തിട്ടുള്ള രണ്ടുപേരും. ഒന്ന് സുനിൽ ഗോപാലകൃഷ്ണൻ, പുള്ളി എഴുത്തുകാരനും ചെറുകഥാകൃത്തുമൊക്കെയാണ് പുള്ളിയും. പിന്നെ മാത്യു വർഗീസ് എന്ന് പറയും, എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന മാത്യു. അപ്പം നമ്മൾ ഇത് പല ഘട്ടങ്ങളിലും ഇങ്ങനൊരു ആശയം പല സാഹചര്യങ്ങളിലും ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ പല കഥകളും ഒക്കെ പറയും, അവർക്കും പല കഥകളും ഇതുപോലെ പറയാനുണ്ടാവും. പിന്നെ നമ്മൾ രേഖപ്പെടുത്തി വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ അത് ദാറ്റ് വാസ് ഓൾവേസ് ദെയർ ആസ് എ പൊട്ടൻഷ്യൽ മെറ്റീരിയൽ ഫോർ ഫിലിമിങ്. പ്രിൻസിപ്പൽ പ്രൊഡ്യൂസർ അദ്ദേഹം ഇത് കേൾക്കാൻ തയ്യാറാവുകയും, ഞാൻ ആദ്യമായിട്ട് കഥ പറയുന്ന പുള്ളി നമ്മളിത് ചെയ്യുന്നു ലോക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം, അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇനീഷ്യൽ ഇതെന്ന് പറഞ്ഞത്. പ്ലാറ്റ്ഫോം നമുക്ക് നിൽക്കാനൊരു സ്ഥലം ഉണ്ടെങ്കിലാണല്ലോ ബാക്കിയെല്ലാം വെച്ചാൽ തറയുണ്ടെങ്കിലാണല്ലോ വീട് കെട്ടാൻ പറ്റുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതാണ് ശരിക്കുള്ള അത്, അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവഞ്ച്വലി നമ്മളിത് ഒരു ഫേസ് ഔട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തൊരു ഫിലിമാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ചില പ്രൊഡക്ഷൻ ഹിക്കപ്സും മറ്റ് ഡിലേസും ഒക്കെ വന്നപ്പോഴത്തേക്ക് ആണിത് ലിജോയാണ് ആദ്യമായിട്ട് ഇതിലെ അതിനുശേഷം ഈ ചിത്രത്തിലേക്ക് വരുന്നത്. ലിജോ എന്ന് വെച്ചാൽ പ്രശാന്ത് പിള്ളയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇടയ്ക്കൊരു ട്രെയിലർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ട്രെയിലർ റിലീസ് ചെയ്യും. ആ ട്രെയിലർ കണ്ടിട്ട് പ്രശാന്തിനെ ലിജോ കണക്ട് ചെയ്യും. പടം കാണാൻ പറ്റുമെന്നിട്ട് പ്രശാന്തിനോട് ചോദിച്ചു. അപ്പോൾ പ്രശാന്ത് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയാണ് വിനോദ്, പ്ലീസ് കോണ്ടാക്ട് ലിജോ ഇമ്മീഡിയറ്റ്ലി, ഹി വാണ്ട്സ് ടു വാച്ച് ദ ഫിലിം. അപ്പോൾ പടം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ഇറ്റ് വാസ് നോട്ട് ഫിനിഷ്ഡ്, അൺഫിനിഷ്ഡ്. ഇറ്റ് വാസ് ഫൈനൽ ഫോമിലേക്ക് ആക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. സൗണ്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എഡിറ്റ് ഫൈനലൈസ്ഡ് ആയിട്ടില്ല. എഡിറ്റ് ഒരു സ്റ്റേജ് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ കുറച്ച് ട്രിമ്മിങ്ങും പരിപാടികളൊക്കെ നടക്കുന്ന സ്റ്റേജിലാണ്. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു, നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു പ്രസൻറ്റബിൾ ഫോമിലല്ല, അത് കുഴപ്പമില്ല. അപ്പോൾ വെനവർ യു തിങ്ക് യു ആർ റെഡി ടു ഷോ വി വിൽ സീ ഇറ്റ്, ഐ വോണ്ട് ടു സീ ദ ഫിലിം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് 2 മാസത്തോളം എടുത്തു. പുള്ളിയും അതിനിടയിൽ വേറെ ഈ നൻപകൽ നേരത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു, അതിന് മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയം കിട്ടിയപ്പോൾ പുള്ളി എന്തിനായിരിക്കും തോന്നിയോ, എന്തിനായിരിക്കും അദ്ദേഹം ഇങ്ങനെ മൂവി കാണണമെന്ന്? അല്ല, പുള്ളി ആ ട്രെയിലർ കണ്ട് കിക്ഡായിട്ട് ആണ്, അതിനകത്ത് എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ഹി വാസ് ക്യൂരിയസ് പ്രൈമറിലി. പുള്ളി ഒരുപാട് സിനിമ ബഫാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് സിനിമ ഇത് കാണണമെന്ന് പുള്ളി താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെയാണ് കാണുന്നത്. പുള്ളി കണ്ടതിന് ശേഷമാണ് പുള്ളി പറഞ്ഞിരുന്നു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകും. വി വിൽ സീ ഹൗ ഇറ്റ് ക്യാൻ ബി റിലീസ്ഡ് ഇൻ ഹിന്ദി. ഫോർച്ചുനേറ്റ്ലി പുള്ളി അത് ടേക്കപ്പ് ചെയ്തു. പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് പുള്ളി ഇതിലേക്ക് നമ്മൾ പിടിച്ചു കൊണ്ടുവന്നത്. എന്നിട്ടാണ് ലിസ്റ്റിനെ പുള്ളി തന്നെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. നാനിറ്റ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തിയത്? ഞാനിപ്പോൾ സാറ് പറയുമ്പോഴാണ് അറിയുന്നത് എവർ ബിഗർ തിങ്സ് വിത്ത് സ്റ്റാർ വാല്യൂ ആൻഡ് എവറിത്തിങ്, ഡേറ്റ് കിട്ടിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ സർ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദ മൂൺ വാക്ക് തിങ്. Honestly, I was fortunate enough to be part of this. And actually there was a casting call. അതിൽ ഞാൻ അയച്ചു കൊടുത്തിട്ട് ജോമിത് ഏട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് എന്നെ വിളിച്ചത്. സാറിൻ്റെ ഓഫീസിൽ വെച്ച് I had few rounds of auditions and stuff. Yeah, few rounds. I think ഞാൻ ഫ്രീഡയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടും ചെയ്തായിരുന്നു. And then there was we haven't disclosed. somehow അവരുടെ എവിടെയോ ഒരു സിമിലാരിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. She's got a little more rare feature. പക്ഷേ 2 ക്യാരക്ടറും ചെയ്ത് കാണും.
അങ്ങനെയാണ്. So makeup ചേട്ടൻ also used to get confused. എന്നോട് വന്ന് ചോദിക്കുമായിരുന്നു ജേക്കിന്റെ പേരാണോ വരുണിന്റെ പേരാണോ എന്ന്. He used to always get confused. അല്ല ഫസ്റ്റ് ഞാൻ ഫ്രീഡ ഡാൻസ് ചെയ്യുന്ന ആ പോർഷൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഐ വാസ് തിങ്കിങ് യു ആർ ഡാൻസിങ്. അപ്പം ദ അതർ ഗൈ ഈസ് വാക്കിംഗ്. എന്താണ് ഇത് കൺഫ്യൂഷൻ? അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിൽക്കുന്ന കുറച്ച് ഇമോഷന്റെ കൂടെ മനസ്സിൽ വരുന്ന ഒരു ഡയലോഗാണ് സീനിക്ക് ഫോൺ ഫോൺ എന്ന് പറയുന്നത്. എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പൊ? ആൾക്കാരെ കണ്ടിട്ട് റെക്കഗ്നൈസ് ഒക്കെ ചെയ്ത് തുടങ്ങിയോ? ചിലവരൊക്കെ പിന്നെ മോസ്റ്റ്ലി ഇതാണ് സീന റഷീദിന്റെ ഫോൺ ഉള്ളത് ടേക്കൻ ഇൻ എ നൈസ് വേ. ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ് ടു ഹിയർ. അല്ലാണ്ട് there is വേദന കുറവോട്ടോ that I keep getting from many people. And I think മൂവിയിൽ അത് ട്വൈസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു റേഡിയോ സോങ് ഇറങ്ങിയതിലും പിന്നെ ഞാൻ അതിലും ചോദിക്കുന്നുണ്ട്. സോ പീപ്പിൾ ആർ ആസ്കിങ് ലൈക്ക് ടെലിംഗ് ഈച്ച് അതർ എടാ അവളെ ഇതിലും പറയുന്നുണ്ട് വേദന കുറവുണ്ട്. അതെ, വേദന കുറവുണ്ടോ? വേദന കുറവുണ്ടോ? It's fun. പക്ഷേ നമ്മുടെ വാർഡന്റെ അടുത്ത് പാട്ട് വെക്കാൻ പറയുമ്പോഴത്തേക്കും പോയി റേഡിയോ മേടിക്കുന്ന സാധനം ആൻഡ് വാർഡൻ ഇസ് പീസ്ഫുള്ളി അഗ്രീങ് കൊണ്ടുപോയി പോകാൻ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഉണ്ടോ? അതാണ് അല്ല അത് നമ്മളും ഇങ്ങനെ പല ടൈപ്പ് ഓഫ് വാർഡൻസിന് നമ്മൾ വാർഡൻ എന്ന് പറയുമ്പോഴത്തേക്കൊരു എപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെ അല്ലാത്ത ഭയങ്കര സഹൃദയരായ വാർഡൻസും ഉണ്ട്. അപ്പൊ അവരൊക്കെ പ്രണയം മനസ്സിലാവുന്നു എന്നുള്ളതാണല്ലോ അതെ. കണ്ടപ്പോ തന്നെ കേറി വന്നപ്പോ തന്നെ മനസ്സിലായി. സാർ നേരത്തെ പറഞ്ഞ പോലെ മൂവിയുടെ തീം പ്ലോട്ട് ഡാൻസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവി ആയിരുന്നു ഇത്. അതുപോലെ തന്നെ മ്യൂസിക് ഭയങ്കരമായിട്ട് ബൂം ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഭയങ്കരമായിട്ട് ഓഡിയൻസിൻ്റെ അടുത്ത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പ്രശാന്ത് പിള്ളയാണ് റോൾ ചെയ്തത്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ആരെ പ്ലേസ് ചെയ്യണം, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അദ്ദേഹമായിട്ടുള്ള ജേർണി. ഈ പടം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്ക് പല പല പ്ലാനുകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾക്ക് ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ആൾക്കാർ ഇത് ഡാൻസ് ചെയ്യുന്നത് ഒറിജിനൽ മ്യൂസിക് റെക്കോർഡ് പ്ലേയിങ് ആണല്ലോ. അത് കാസറ്റ് ഇട്ട് പ്ലേ ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റാണ് ചെയ്യുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരുപാട് മ്യൂസിക്കുണ്ട്. ഇപ്പോൾ ജാക്സൻ്റെതായാലും ഈ നമ്മുടെ ബ്രേക്ക് ഡാൻസ് മൂവിയിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസ് റിലേറ്റഡ് മ്യൂസിക്കുകളായാലും ഇതെല്ലാം അന്ന് പ്രചാരത്തിലിരുന്നതും എല്ലാ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മ്യൂസിക്കുകളുമാണ്. അപ്പം അത് ചെയ്യുക എന്നുള്ളത് അതുപോലെ യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാനായിട്ട് അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ലോജിസ്റ്റിക്സ്. വേറൊരു ഡിജെയിങ് പോലെ അല്ല, ഡിജെയിങ് എന്നല്ല, അത് ആ മ്യൂസിക് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഒറിജിനൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ വല്ല നമ്മൾ അതുപോലുള്ള ഒരു പ്രൊഡക്ഷൻ പാരമൗണ്ട് പിക്ചേഴ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി പടം. അപ്പം അതുപോലെ അതിനുള്ള ബാൻഡ് വിഡ്ത്ത് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ആശയം ഇദ്ദേഹത്തോട് സംസാരിക്കും. അതായത് പ്രശാന്തിനോടാണ് ഭയങ്കര ചലഞ്ചാണ്. ഭയങ്കര ചലഞ്ച് എന്ന് വെച്ചാൽ യു ഹാവ് ടു എന്താണ് മേക്ക് ദ പീപ്പിൾ ഫീൽ ദാറ്റ്. അത് മിമിക് ചെയ്താലും ശരിയാവില്ല. മിമിക് ചെയ്യുമ്പോൾ അത് അഗെയിൻ ഇറ്റ് വിൽ ക്യാൻ യുനോ അത് ഭയങ്കരമായിട്ട് വേറൊരു സോണിലേക്ക് പോകും. അപ്പൊ അത് വരാനും പാടില്ല. ബട്ട് യു ഹാവ് ടു കണക്ട് വിത്ത് ദ ഓഡിയൻസ് ഓൺ ദ സെയിം യുനോ ആ മൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പം അങ്ങനെ അപ്പം അത് നമ്മളതുകൊണ്ട് എന്നാലും മ്യൂസീഷ്യൻ വേണം. നമുക്ക് ഒറിജിനൽ സംഗതികൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ പ്രശാന്ത് പിള്ളയോടാണ് ഞാൻ സംസാരിക്കുന്നത്. കാര്യം നമ്മൾ ആ സമയത്ത് കുറച്ച് പരസ്യങ്ങൾ ചെയ്തു തരുന്നു. സോ അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പ്രശാന്തിനോട് സംസാരിക്കുകയും എൻ്റെ മനസ്സിൽ വേറൊരു ആശയം കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രശാന്തിനോട് പറഞ്ഞിട്ടില്ല. ഇപ്പം ചോദിച്ചുകൊണ്ട് പറയണം, ഈ മൾട്ടിപ്പിൾ മ്യൂസീഷ്യൻസിനെ യൂസ് ചെയ്യണമെന്ന് എനിക്കൊരു ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഫിലിമിൻ്റെ ഐഡിയ നറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രശാന്ത് എക്സൈറ്റഡ് ആയിട്ട് പറയില്ല, കം ഓൺ മാൻ, ലെറ്റ്സ് ഡു ഇറ്റ്, വെൻ ഡു യു വോണ്ട് മീ ടു സ്റ്റാർട്ട് ദ സ്കോറിങ് എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ എനിക്ക് സ്പേസ് ഇല്ല. അത് പുള്ളി ഒബ്ലിറ്ററേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെ പറയുമ്പോൾ പിന്നെ ഐ മീൻ പക്ഷേ ദാറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് യുനോ ജേർണി. ഐ എം ഷുവർ പ്രശാന്ത് നമുക്ക് അത്രയ്ക്ക് ഇൻപുട്ട് തന്നിട്ടുണ്ട്. ചിലതൊക്കെ ഒറ്റ
ഇതിൽ ഞാൻ ഇത് മതി എന്ന് പറയുന്നത്. ചില സമയത്ത് മൾട്ടിപ്പിൾ ഐറ്ററേഷൻസ് നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടത്, പക്ഷെ അതൊക്കെ പുള്ളി വളരെ ആ സ്പിരിറ്റിൽ തന്നെ അത് അതായത് പുള്ളിക്കും ആ അലൈൻമെൻറ്റ് കിട്ടണം. പുള്ളിക്ക് നമ്മൾ ചില സ്ഥലത്ത് ഈ പ്രശാന്ത് ഇതല്ല, നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ഫീലാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി മ്യൂസിക്കിൽ മ്യൂസീഷ്യൻസ് ഒരു പരിധിക്കപ്പുറം നമ്മൾ അവരോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് അത് കൃത്യമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ അത് ദാറ്റ് ക്യാൻ കോസ് ഒരു സുഖകരമല്ലാത്തൊരു അവസ്ഥയിലേക്ക്. കഥയാണെങ്കിൽ പറഞ്ഞത് മ്യൂസിക് പറഞ്ഞു കൊടുക്കാൻ അല്ല, എനിക്കൊരു പരിമിതി ഉണ്ട്. എനിക്ക് അപ്പം മേ ബി കുറച്ചൊരു നമ്മൾ സൗണ്ടൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കേൾപ്പിക്കുക എന്നല്ല, പറഞ്ഞ് കേൾപ്പിക്കുക എന്നൊക്കെ ഉള്ളതല്ലാതെ ഈവൻ ഒബ്വിയസ്ലി നമ്മൾ പല റെഫറൻസുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ. പക്ഷെ പുള്ളി ചെയ്തത് അതിനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ എസൻസ് എടുക്കുകയും ആൻഡ് ഹീ ക്രിയേറ്റഡ് ഹിസ് സൗണ്ട്. അതാണ് നമ്മളെ എക്സൈറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് അതിൻ്റെ സോള്. നമ്മൾ ചിലയിടത്തൊക്കെ ചിലപ്പോൾ പറയും അതിൽ അത് മറ്റതുപോലെ കുറേ വേണം, പുള്ളി പറയും നോ വെയിറ്റ് ലെറ്റ് മീ ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞിട്ട് പുള്ളി. പക്ഷെ അതിനകത്ത് പുള്ളിയുടേതായ ഇൻഡിജീനിയസ് പരിപാടി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരി വേറൊരു കൊച്ചു ലിജോ ജോസ് പല്ലിശ്ശേരിനെ കാണുന്ന പോലെ തോന്നിയോ? കാരണം മൂവിക്ക് അങ്ങനത്തെ ഒരു എന്തോ എവിടെയോ എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് പറയാനുള്ള മേ ബി ഞാൻ കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. അല്ല, തീർച്ചയായിട്ടും പുള്ളിയുടെ പടങ്ങൾ അങ്ങനെയല്ല. ഞാൻ ഒരുപാട് സിനിമാക്കാരനെ ഐ മീൻ ഒരുപാട് സിനിമകളും ഒരുപാട് സിനിമാ ശൈലികളും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഇന്നൊരു ശൈലി അങ്ങനെയില്ല. എനിക്ക് തോന്നുന്നു ഇവഞ്ച്വലി അത് ഇവോൾവ് ചെയ്ത് വരുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. അതാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരുപാട് നാളുകൾ നീണ്ടൊരു ഷൂട്ടിംഗ് ജേർണി ആയിരുന്നു നിങ്ങളുടെ, അല്ലേ? 2019 മുതൽ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ കാര്യം നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഈവൻ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവരും വലുതായി വളർന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു രീതിയിൽ അത് ആ ജേർണി ഒന്ന് പറയാമോ? ജേർണി ഈസ് ഇൻട്രസ്റ്റിംഗ്. ഇൻഫാക്ട് ഇപ്പം നമ്മൾ കഥ പറയുന്നു, നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കയറുന്നു. പക്ഷെ ആ പ്രൊഡക്ഷനിലേക്ക് കയറുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇത് നമ്മൾ വൺ ലൈൻ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വി ഹാഡ് ടു ഡീറ്റെയിൽഡ് സ്ക്രിപ്റ്റ് അതെല്ലാം നമ്മൾ ചെയ്തിട്ടാണല്ലോ ഷൂട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് മനസ്സിലായി നമ്മൾക്ക് ഈ പടത്തിൽ കൂടെ നിൽക്കാൻ ഇങ്ങനത്തെ പുതിയ ആൾക്കാർ തന്നെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. നമ്മൾ ഇനീഷ്യലി ഒരു ഫിലിം നമ്മൾ സ്ലേറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ആരൊക്കെയാണ് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഒരു ഇനീഷ്യൽ സംഭവം. അപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി വെച്ചിട്ട് ഒരു കൊമേഴ്സ്യൽ പോസിബിലിറ്റി വെച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് എക്സിസ്റ്റിങ് ആ സമയത്ത് പോപ്പുലറായി വരുന്നതും പോപ്പുലറായുള്ള കുറച്ച് പേരെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തു. നമ്മൾ സംസാരിക്കുകയും ചെയ്തു. ഒന്ന് രണ്ടുപേരോട് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി അവരൊക്കെ ബിസിയാണ് ആ സമയത്ത്. അപ്പോൾ അവരുടെയൊക്കെ സ്കെഡ്യൂൾസ് നമ്മളുടെ ഇതുമായിട്ട് അലൈൻഡ് ആവില്ല എന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ഈ ആക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ വേണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നത് ഈ പ്രായം, നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അത് നമ്മൾ സിനിമകളിൽ വേറെ സിനിമകളിൽ നമ്മൾ പലരും പ്രായം ചെന്നവർ ചെറുപ്പക്കാരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പീരീഡിനെ നമുക്ക് അതുപോലെ അവരെ അങ്ങനെ തന്നെ പിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഭാവങ്ങളും ഒരുപാട് എലമെൻസും ഉണ്ട്. അപ്പോൾ അത് പടത്തിൽ അങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ തന്നെ ഇന്റേണലി വീണ്ടും ഡിസ്കസ് ചെയ്തിട്ട് ലെറ്റ് us go for fresh faces who comes under this age. ഒരു 19-20 വയസ്സിനകത്ത് ഉള്ളവർ തന്നെ മതി ഈ പടത്തിന്. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഈ പൊടിമീശ എന്ന് പറയുന്നത് പൊടിമീശയാണ്. അതിന് അപ്പുറത്ത് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ അത് മാത്രമല്ല, അതിനകത്ത് എല്ലാ ഇതും ഉണ്ട്. സൗണ്ടിലായാലും ബിഹേവിയറൽ പാറ്റേണിലും ഒക്കെ നമ്മൾ ആ ഒരു അഡോളസൻസിൻ്റെ ഒരു ഇത് ഉണ്ടാവും. ആ ഒരു വെകളി എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മൾ ടീമായി വരുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് അത് വന്നാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ് കിട്ടുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുള്ളത് കൊണ്ട് നമ്മളങ്ങനെ
വി സ്റ്റുഡ് ബൈ ആൻഡ് ദ പ്രൊഡ്യൂസർ ഓൾസോ സ്റ്റുഡ് ബൈ ഇറ്റ്, ലെറ്റ്സ് ഗോ അഹെഡ് എന്ന്. അങ്ങനെയാണ് ആ പരിപാടി നമുക്ക് അങ്ങനെ പിടിക്കാൻ പറ്റിയത്. അപ്പോൾ അതൊരു ഫേസാണ്. അപ്പോൾ അത് തീരുമാനിക്കാൻ തന്നെ വി ഹാഡ് ടു ടേക്ക് സം ടൈം. പിന്നെ അവർ നമുക്ക് ട്രെയിനിങ്ങിൽ ഇടേണ്ടി വന്നു. ട്രെയിനിങ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായി പെർഫോം ചെയ്യുമെന്ന് നമുക്ക് വിശ്വാസമുള്ള കുറച്ച് പിള്ളേർക്ക് ഇപ്പോൾ ഡാൻസ് ചിലപ്പോൾ അത്രയും എഫിഷ്യൻസി ഉള്ളവരല്ല. എന്നാൽ ഇതിനകത്തൊരു 3-4 പേര് നന്നായി ഡാൻസ് ചെയ്യുന്നവരുണ്ട്. ഡാൻസ് തന്നെ അവരുടെ ഇതായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള മനോജ് മോസസ്, പ്രേം ശങ്കർ, സിദ്ധാർത്ഥം ഒരു പരിധി വരെയൊക്കെ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കണം. സോ വി വാണ്ടഡ് ദാറ്റ് ടൈം. അപ്പോൾ ആ ടൈം ട്രെയിനിങ്, അത് നോട്ട് ജസ്റ്റ് ഡാൻസ്, ഇവരുടെ പെരുമാറ്റം, ഇവർ നമ്മളിവിടെ ബ്ലെൻഡഡായി നമ്മളിവർക്ക് പല കാര്യങ്ങളും ഓറിയൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ലാംഗ്വേജ് ട്രെയിനിങ് ഉണ്ട്. പലരും ചിലർ സിന്ധു ചെന്നൈയിലാണ് പഠിക്കുന്ന ആ സമയത്ത്, ജേക്ക് ഫ്രം കോഴിക്കോട്, സിബി ഇവിടെ നിന്നാണ്, നമ്മുടെ ചാലക്കുടിയിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരുടെയും ഭാഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ആ ഒരു സമയം കൊടുത്ത് എന്നിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത്. ഐ തിങ്ക് സോ. നമ്മൾ അവരെ എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഭാഷ നന്നായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം അപ്പൂൻ്റെ ഒക്കെ കൂടെ അവർ സ്റ്റേ ചെയ്ത് എല്ലാവരും ഒരുമിച്ചാണ് സ്റ്റേ ചെയ്ത്. അപ്പം എങ്ങനെയായാലും അവർക്ക് അത് പറയാൻ, അത് തിരുവനന്തപുരം ആവാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് നല്ല റിവ്യൂസ്, ഒരുപാട് പേര് പാരഗ്രാഫ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. വെരി ഹാപ്പി, നല്ല ഹാപ്പി മൊമെന്റ്സില് സക്സസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ കണ്ടിട്ട് ഞാനിപ്പോൾ എൻ്റെ ഈ ചെയറിൽ വന്ന് ഇരിക്കേണ്ട കാരണം കൊണ്ട് ഇപ്പോൾ മൂവീസ് കാണേണ്ടി വരും. ഞാൻ റിഗ്രറ്റ് ചെയ്യാത്ത, എനിക്കിനി എൻ്റെ പിള്ളേരെയും കൂടി ഇരുത്തി ഒരു വട്ടം കൂടി കാണണമെന്ന് തോന്നിയൊരു പടമാണ്. അത്രയും എനിക്ക് പ്രത്യേകിച്ച് ടുവേർഡ്സ് ദി എൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂര്യയുടെ ട്രാൻസിഷൻ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സോ മച്ച് രണ്ടുപേരും, നിങ്ങളെല്ലാവരും ടീം ഇവിടെ സൂര്യ ടിവിയുടെ സെല്ലുലോയിഡിൽ വന്ന് കൗച്ചിലിരുന്ന് വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചത്. താങ്ക് യു ഫോർ ഹാവിങ് us.